മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ മഴനീർ കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ മഴനീർ കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ മൗനങ്ങളാകും ആത്മീകമെന്നും വളരുന്നു പടരുന്നു തകരുന്നു നോടിയിടയ്ക്കകമെന്നും മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ നിധികൾ നിറയും ഖനി തേടിയോരോ വനഭൂമി തോറും പരതുന്നു ഹൃദയം കമലശ്രീ ധനുഷമാഗനീത ആ ഗമപനീടി പനിസഗഗ മഗസനി രപസ വനഭൂമി തോറും പരതുന്നു ഹൃദയം വീശുന്ന കാറ്റിൽ മൂളുന്ന പാട്ടിൽ വനികയിലൊരു കുലമലരിനു ചൊടിതളിലൊരാവേശം മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ അടിപൊളിയായിരുന്നു കേട്ടോ. അസലായി പാടിയല്ലോ. നല്ല നല്ല രസമുണ്ട്. ശബ്ദവും സുന്ദരിക്കുട്ടിയാണ് കേട്ടാ. നമ്മുടെ ഇങ്ങനെ ആ ക്യാമറ ജിബ് ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോ ഒരു ചെറിയൊരു പുഞ്ചിരിയൊക്കെ ക്യാമറയെ നോക്കി കൊടുത്തതൊക്കെ ഞങ്ങൾ കണ്ടു. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് നല്ലതായിട്ട് പാടി കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു അതായത് ആ സംഗതികളും കാര്യങ്ങളൊക്കെ പാട്ട് അത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നമ്മൾ വിചാരിച്ച് കുറച്ചും കൂടി സ്ട്രെയിൻ ഒക്കെ എൽഗയ്ക്ക് ഉണ്ടാവുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് വളരെ നോർമലായിട്ട് ഭംഗിയായിട്ട് പാടി. അതായത് ഈ പാട്ട് പാടാൻ കഴിവ് കിട്ടുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവർക്ക് കിട്ടും. അതും പാട്ട് പഠിക്കാത്തൊരു മോളാണ്. ഇപ്പൊ അഭിനയൊക്കെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം. പാട്ട് സ്വന്തം കഴിവാണ്. അതെ, ഡോക്ടർമാര് പറയുന്ന പോലെ തന്നെ ഒരു ബ്ലെസ്സിങ്, ഒരു മിറാക്കിളാണ് എൽഗയുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും.
അപ്പൊ എനിക്കും പറയാനുള്ളത്, അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തളരാതെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ കഴിവിനെ പോളിഷ് ചെയ്ത് അതുമായിട്ട് മുന്നോട്ട് എൽഗെ പോലെ ട്രാവൽ ചെയ്യണം. നമ്മൾ വിചാരിച്ചാൽ നേടാൻ പറ്റാത്ത ഒന്നുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ അതിനൊരു ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് എൽഗ, അല്ലേ? അപ്പൊ ഒരുപാട് പേർക്ക് പ്രചോദനമാവട്ടെ ഈ ഒരു മിടുക്കി കുട്ടിയെന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. മഴ നീർ കാണാ